മാസ് ഓഡിയൻസിന് മാർക്കോ ഇഷ്ടപ്പെട്ടെങ്കിൽ ക്ലാസ് ഓഡിയൻസിന് വേണ്ടി ഒരു ചിന്ന ഡിസ്റ്റർബിംഗ് പടം പറയാം. ദ ഗേൾ വിത്ത് ദ നീഡിൽ. ഡെൻമാർക്കിൽ നിന്നുള്ള ഒരു ക്രൈം ത്രില്ലറാണിത്. ഞാനിത് ഇക്കഴിഞ്ഞ IFFK കണ്ടതാണ്. കഴിഞ്ഞ വർഷത്തെ മികച്ച നോൺ ഇന്ത്യൻ സിനിമകളെ കുറിച്ചുള്ള വീഡിയോയിലും ഞാൻ ഈ സിനിമയെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇത് ഡിജിറ്റലി അവൈലബിൾ ആകുമ്പോൾ സെപ്പറേറ്റ് റിവ്യൂ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. ഇപ്പോൾ ഡിജിറ്റലി അവൈലബിൾ ആണ്. സോ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് മാഗ്നസ് വോൺ ഹോൺ സംവിധാനം ചെയ്ത ദ ഗേൾ വിത്ത് ദ നീഡിൽ എന്ന സിനിമയെ കുറിച്ച്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് പട്ടിണിയും പരിവട്ടവും തൊഴിലില്ലായ്മയും ഒക്കെയായിട്ട് ജീവിക്കാൻ പാടുപെടുന്ന കാരലിൻ എന്ന യുവതിയുടെ കഥയാണിത്. അവൾ ജോലി ചെയ്യുന്ന ഫാക്ടറി ഉടമയിൽ നിന്നും അവൾ ഗർഭം ധരിക്കുന്നു. പിന്നെ നടക്കുന്നത് കുറച്ച് അപ്രതീക്ഷിത സംഭവങ്ങളാണ്. ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഈ പടം കേട്ടോ. തുടക്കമൊക്കെ കുറച്ച് സ്ലോ ആയിട്ട് കാണാൻ കുറച്ച് പാടായിരിക്കും. പക്ഷെ അവസാനം എത്തുമ്പോൾ നിങ്ങളെ ഞെട്ടിക്കുന്നു വെച്ചാൽ ശരിക്കും ഞെട്ടിക്കും. പ്രത്യേകിച്ച് ക്ലൈമാക്സിലെ ചില കാര്യങ്ങൾ ചിലർക്ക് വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടും ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്ന് വെച്ച് മാർക്കോ പോലെ ഒരു ഭയങ്കര കൊമേഴ്സ്യൽ ആയിട്ടും ഒന്നും അല്ല ഉദ്ദേശിച്ചത് കേട്ടോ. അങ്ങനെ വിചാരിച്ച് ഈ പടം കാണരുത്. ഇതൊരു ഫെസ്റ്റിവൽ ടൈപ്പ് പടമാണ്. വളരെ സ്ലോ ബേണിംഗ് ആണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് മാത്രം ഈ സിനിമ കാണുക. എന്നിട്ടും ഈ പടം IFFK പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ബോധം കെട്ട് വീണായിരുന്നു തിയേറ്ററിൽ. ഇതിന് നിങ്ങൾ മൊബൈൽ കാണുമ്പോൾ അത്രയ്ക്ക് ഫീൽ ഒന്നും വരില്ലായിരിക്കും. ഐ ഡോണ്ട് നോ. ഈ മാതൃത്വം എന്ന കാര്യത്തിന്റെ ഒരു വ്യത്യസ്ത മുഖമാണ് സിനിമ കാണിച്ചു തരുന്നത്. ആ മദർഹുഡിന്റെ വളരെ സങ്കീർണത ഇതിലെ രണ്ട് സ്ത്രീ കഥാപാത്രങ്ങളിലൂടെ സിനിമ കാണിച്ചു തരുന്നുണ്ട്. വിക് ക്യാർമെൻസോൺ എന്ന നടിയാണ് കാരലിൻ ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഗംഭീര പെർഫോമൻസ് ആണ്. ചില സട്ടിൽ എക്സ്പ്രഷൻസ് ഒക്കെ എടുത്തു പറയണം. ആ ഒരു ക്യാരക്ടർ എഴുതിയിരിക്കുന്നത് വളരെ അൺകൺവെൻഷണൽ ആണെന്ന് പറയാം. ഡാഗ്മർ എന്ന ക്യാരക്ടറായിട്ട് വരുന്ന ട്രെയിൻ ഡേം ഹോം എന്നൊരു നടിയുണ്ട്. ഗംഭീരം എന്ന് വെച്ചാൽ ഗംഭീരമാണ് പുള്ളിക്കാരുടെ പെർഫോമൻസ്. ആ ക്യാരക്ടറും വളരെ അൺകൺവെൻഷണൽ ആണ്. യഥാർത്ഥത്തിൽ 1921 ജീവിച്ചിരുന്ന ഒരാളാണിത്, ഈ ഡാഗ്മർ ഓവർബേ എന്ന സ്ത്രീ. ആ ഒരു കഥാപാത്രമാണ് ഇതിന്റെ മെയിൻ ഐറ്റം. ലാസ്റ്റ് പുള്ളിക്കാരി ഒരു ഡയലോഗ് ഒക്കെ പറയുന്നുണ്ട്, ഇജാതിയാണ്. അതുപോലെ നായികയുടെ ഹസ്ബൻഡായിട്ട് വന്ന നടൻ, പുള്ളിയുടെ മേക്കപ്പും എടുത്തു പറയണം. പടം ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്. ഇതിന്റെ ക്യാമറയൊക്കെ ഒരു പ്രത്യേക ബ്യൂട്ടിയാണെന്ന് പറയാം. ഈ നിഴലും വെളിച്ചവും കൂടി മിക്സ് ആയി വരുന്ന കുറെ നല്ല ഫ്രെയിംസ് സിനിമയിലുണ്ട്. ഇതിന്റെ ആസ്പെക്ട് റേഷ്യോ സൈഡിൽ ബ്ലാക്ക് ബാർ വരുന്ന ടൈപ്പാണ് കേട്ടോ. അതുപോലെ എഡിറ്റിംഗും മ്യൂസിക് ഡിപ്പാർട്ട്മെന്റും സൗണ്ട് ഡിസൈനും ഒക്കെ കിടുവാണ്. വളരെ ഹോണ്ടിങ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും പടത്തിലുണ്ട്. വളരെ സ്ലോ ആയതുകൊണ്ട് തന്നെ പടം എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല എന്നുള്ളത് ഒരു നെഗറ്റീവായിട്ട് പറയാം. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. ചിലർക്ക് പടം തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും നല്ല ഉറക്ക ഗുളിയായിട്ടൊക്കെ തോന്നാം. മാസ് ഓഡിയൻസിന് പടം ഇഷ്ടപ്പെടുമോ എന്ന് എനിക്ക് അതുകൊണ്ട് തന്നെ അറിയില്ല. നിങ്ങൾ ഫുൾ ആസ്വദിച്ച് ഈ പടം ആദ്യം മുതൽ കാണുകയാണെങ്കിൽ എൻഡിങ് ഒക്കെ വരുമ്പോൾ ഒന്ന് ഷോക്ക് ആവും. സോ നല്ല ഡിഫറെന്റ് ആയ ക്ലാസ് ഫിലിംസ് കാണണമെന്നുള്ളവർ മിസ്സാക്കരുത്. വിവിധ ഫിലിം ഫെസ്റ്റിവലിൽ ഗംഭീര അഭിപ്രായം നേടിയ പടമാണ്. ഇപ്പോൾ ഈ വർഷത്തെ ഓസ്കാറിൽ മികച്ച വിദേശ ചിത്രത്തിനുള്ള നോമിനേഷൻ ലഭിച്ചിട്ടുണ്ട്. പടം മുബി എന്ന പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഡാനിഷ് ആണ് ഇതിന്റെ ഒറിജിനൽ ലാംഗ്വേജ്. 2 മണിക്കൂർ 2 മിനിറ്റ് ആണ് സിനിമയുടെ ദൈർഘ്യം. സോ താല്പര്യമുള്ളവർ കണ്ടു നോക്കുക. കണ്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പൊ ശരിയെന്ന്.